നിങ്ങളീ കാണുന്നതേ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളെയല്ല. മുട്ടുവേദനയ്ക്ക് ചികിത്സയായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയ ഒരാളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ജോലിക്ക് പോയി മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവര് ചികിത്സിച്ചെന്തോ അണുബാധ പകർന്നു. അതിനുശേഷം ഇയാളെ എഴുത്തും വായനയും അറിയാത്ത അമ്മയുടെ നിന്ന് ഒപ്പിട്ട് വാങ്ങി ഇയാളെ 2 കണ്ണും പോയി. ഇയാൾക്കിനി ജോലിക്കും പോകാൻ പറ്റത്തില്ല, ഒന്നിനും പോകാൻ പറ്റത്തില്ല. ഈ അവസ്ഥയിലാക്കി വിട്ടിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് എന്നെ കേസ് കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് ചോദിച്ച് ആശുപത്രി ചെന്നപ്പോൾ ഇവര് കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നെ വിവരാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടാണ് ഇവർക്ക് റിപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തു. ആദ്യം നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനെ അന്വേഷിക്കാൻ ഒരു സമിതി ഏർപ്പാടാക്കി. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഡോക്ടറിന്റെ കുഴപ്പമല്ല, ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇത് പിഴവ് സംഭവിച്ചത് ഡോക്ടറിനല്ല, ഈ മുട്ടുവേദനയ്ക്ക് ബൈക്ക് ഓടിച്ച് അവിടെ ചെന്ന ഈ പുള്ളിക്കാരനാണ് പിഴവ് പറ്റിയത്. ഇതുപോലുള്ള നാണം കെട്ട കുറെ നാറികളാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡോക്ടർമാരെ കാര്യം പറയാനാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇരിക്കുന്ന കുറെ ഡോക്ടർമാർ, എല്ലാവരും അല്ല, ഇവന്മാരൊക്കെ വീട്ടിൽ ചികിത്സ നടത്തും. ഇവരുടെ വീട്ടിൽ കൊണ്ട് കൈമടക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ഇവര് നല്ലോണം ചികിത്സിക്കത്തുള്ളൂ, എന്നാലേ ഇവർക്ക് ബോധിക്കത്തുള്ളൂ. ആ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇയാൾക്കുള്ള നഷ്ടപരിഹാരം ഈ ചികിത്സിച്ച് ഈ ഗതിയിലാക്കിയ ഇവരെ നിന്ന് തന്നെ വാങ്ങിക്കൊടുക്കണം. ഇനി 5 കോടി കിട്ടിയാലും 10 കോടി കിട്ടിയാലും അതൊന്നും കണ്ണ് പോയതിന് തുല്യം ആവത്തില്ല. എങ്കിലും അവർക്ക് സാമ്പത്തികമായ അതൊരു ഭദ്രതയാവും. അത് നിങ്ങൾക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക.